Namaskaram, hi, hello, and welcome back to my YouTube channel, My Twin Flame Yatra. എൻ്റെ പേര് വിജ്നി. ഹോപ്പ് നിങ്ങളെല്ലാവരും ഡിവൈൻ്റെ ഗൈഡൻസോട് കൂടി മുന്നോട്ട് പോകാൻ വിശ്വസിക്കുന്നു. പ്ലീസ് ഡോണ്ട് എവർ ഗിവ് അപ്പ് ഓൺ യുവർ ട്വിൻ ഫ്ലെയിം ജേർണി. താങ്ക് യു സോ മച്ച് മൈ ഡിയർ യൂട്യൂബ് ഫാമിലി ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. ബിക്കോസ് നമ്മളിപ്പോൾ 700+ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ് എവ്രി വൺ, ബിക്കോസ് ഇത് നിങ്ങളുടെ ചാനലാണ്. സോ ഇതിൻ്റെ വളർച്ചയും ഇറ്റ്സ് യുവർ contribution. Thank you so much for your contribution, love and support, and for the patience. You give me all the love and support. Thank you so much, and from the bottom of my heart, and thank you. Okay, so the reminder is okay, നാളെ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യാൻ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് for third party healing. So if you are anyone struggling with the third party situation, എങ്ങനെ ഹീൽ ചെയ്യണം എന്നറിയില്ല, സോ എന്താണ് എക്സാക്ട്ലി നിങ്ങളുടെ ലൈഫിലെ തേർഡ് പാർട്ടി എന്നറിയാൻ come and join the workshop, and I definitely guarantee you നിങ്ങൾക്ക് തീർച്ചയായും ഒരു ആൻസർ കിട്ടും. So എനിക്ക് അതിന് മുന്നേ പ്ലീസ് ഇൻവെസ്റ്റ് ഇൻ ദിസ് ബുക്ക്, ട്വിൻ ഫ്ലെയിം യൂണിവേഴ്സ്, ട്വിൻ ഫ്ലെയിംസ് ഫൈൻഡിങ് യുവർ അൾട്ടിമേറ്റ് ലവർ. നിങ്ങൾ ട്വിൻ ഫ്ലെയിമിനെ A to Z കാര്യങ്ങൾ, ട്വിൻ ഫ്ലെയിംസിനെ പറ്റിയുള്ള A to Z കാര്യങ്ങൾ ഈ ബുക്കിലുണ്ട്. ആൻഡ് മിറർ എക്സസൈസിൻ്റെ ഡെഫിനേഷൻ എങ്ങനെ വേണം ചെയ്യാൻ, എങ്ങനെ വേണം വിത്ത് എക്സാമ്പിൾസ് ഉണ്ട്. സോ ജേർണീൻ്റെ മേജർ കമ്പോണൻസ് എന്തൊക്കെയാണ്, സോ എന്തൊക്കെ നിങ്ങൾക്ക് അറിയണോ അതെല്ലാം. പിന്നെ ഈ ഒരു ബുക്ക് ഇംഗ്ലീഷിൽ മാത്രമേ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ഉള്ളൂ, ആമസോണിലുണ്ട്. ഞാൻ ലിങ്ക് ഷെയർ ചെയ്തേക്കാം. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ലിങ്കിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം ലിങ്ക്. ആൻഡ് പിന്നെ എനിക്ക് പറയാനുള്ളത് ലൈക്ക് do inner work, never give up on yourself and your twin flame journey. So ഇന്ന് ഞാൻ ഈ ഒരു കാര്യം പറയാൻ പോകുന്നത്, ഞാൻ ജെഫ് ആൻഡ് ഷൈലൻ്റെ ഒരു വീഡിയോയിൽ ഗ്രാഫിക്കൽ ലൈക്ക് പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഉണ്ടത് എന്താണ് ട്വിൻ ഫ്ലെയിംസും എന്താണ് യൂണിയൻ എന്നുള്ളത്. സോ അത് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. ആൻഡ് കാരണം എനിക്കും അത് കുറച്ചും കൂടെ ഒരു ഇൻഡെപ്ത് മനസ്സിലായി. സോ അതിനു മുന്നേ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ വാട്ട് യു തിങ്ക് about twin flames. Like നമുക്കറിയാം, one soul splitted in two body, ഒരു ആത്മാവാണ് രണ്ട് ബോഡിയിൽ സ്പ്ലിറ്റ് ചെയ്തു. അവർ ഡിവൈൻ ഫെമിനൻ ആൻഡ് ഡിവൈൻ മാസ്കുലിനായി. പിന്നെ അവർ യൂണിയനെ പിന്നെ അവർ കണ്ടുമുട്ടുന്നു അല്ലേ, ലൈക്ക് ബബ്ലിങ് ഫേസ്, ലവിങ് ഫേസ്, പിന്നെ റണ്ണർ ചേസ്. പക്ഷേ റണ്ണർ ചേസ് ഒന്നുമില്ല, ഇറ്റ്സ് എ പ്രിപ്പറേഷൻ ടൈം. ആൻഡ് പിന്നെ അവർ ഇന്നർ വർക്കിലൂടെ അവർ വീണ്ടും ഫിസിക്കൽ യൂണിയനെ മാനിഫെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ മെനി തിങ്സും അതിനെപ്പറ്റി മിത്സും ഉണ്ട്. ആൻഡ് അതിനെപ്പറ്റി കുറേ പൊള്ളത്തരങ്ങളും ഉണ്ട്. മിത്സ് ലൈക്ക് മിത്സിനേക്കാൾ ഒരു പൊള്ളത്തരങ്ങൾ, ലൈക്ക് യു ആർ നെവർ മെൻ ടു ബി ടുഗെദർ, നിങ്ങളെ പഠിപ്പിക്കാൻ മാത്രം വരുന്ന വ്യക്തിയാണ്. സോ ഇറ്റ്സ് നോട്ട് യെസ്, ഹീ ഈസ് യുവർ അൾട്ടിമേറ്റ്, അല്ലെങ്കിൽ ഷീ ഈസ് യുവർ അൾട്ടിമേറ്റ് ഗുരു ആൻഡ് ലവർ ആൻഡ് സ്റ്റുഡൻറ്റ് ആൻഡ് മോസ്റ്റ് ഓഫ് ദ ഫ്രണ്ട്. ഓക്കെ, സോ ട്വിൻ ഫ്ലെയിമിൻ്റെ അടിസ്ഥാനം തന്നെ ഫ്രണ്ട്ഷിപ്പ് എന്നാണ് തുടങ്ങുന്നത്. സോ ഇഫ് എനി വൺ നിങ്ങൾ ഫ്രണ്ട്സ് ഓൺ ചെയ്യപ്പെട്ടാണ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനോട്, പ്ലീസ് ഡോണ്ട് ഗിവ് അപ്പ്, ബിക്കോസ് ദാറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ. ഫസ്റ്റ് ഫൗണ്ടേഷൻ ആണ് ഫ്രണ്ട്ഷിപ്പ് എന്നാണ് ലവർ ഫോമിലേക്ക് വരുന്നത്. ചിലർ ഓൾറെഡി ലവർ സ്റ്റേജിലേക്കായിരിക്കും ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യണം. സോ ഒരു സ്റ്റെപ്പും മിസ് ചെയ്യാൻ പാടില്ല. സോ ആൻഡ് ഡിവൈൻ ഓർഡർ എന്താണ്? ഗോഡ്, യുവർ സെൽഫ് ആൻഡ് യുവർ ട്വിൻ ഫ്ലെയിം. ഓക്കെ, സോ അതിൻ്റെ പിക്ചോറൽ റെപ്രസെൻറ്റേഷൻ ഇതെൻ്റെ പെന്നാണ്. ഓക്കെ, എനിക്ക് ഇങ്ങനത്തെ ഫാൻസി ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് എൻ്റെ ഇന്നർ ചൈൽഡ് വളരെ ഹാപ്പിയാണ് ഇങ്ങനത്തെ പെന്നൊക്കെ. സോ നമ്മളിന്ന് കാണാൻ പോവാണ്. സോ എനിക്ക് ഈ പെൻ പേപ്പർ കാണുന്നുണ്ടല്ലോ, ഞാനിതിൽ പിക്ചോറൽ റെപ്രസെൻറ്റേഷൻ. സോ നമ്മൾ ഗോഡ്, ഓക്കെ, ഗോഡ് യൂണിവേഴ്സിനെ സൃഷ്ടിച്ചു, അല്ലെങ്കിൽ ഒരു എനർജി ഗോഡ്. ഓക്കെ, ഗോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഗോഡ് എന്താ സൃഷ്ടിച്ചെന്നറിയോ? നിങ്ങളുടെ എല്ലാവരുടെയും, അല്ലെങ്കിൽ എൻ്റെ ഹാർമോണിയസ് ട്വിൻ ഫ്ലെയിം യൂണിയൻ. ഹാർമോണിയസ് ട്വിൻ ഫ്ലെയിം യൂണിയൻ. ഗോഡ് എന്താണ് ചെയ്തത്? ഹാർമോണിയസ് ട്വിൻ ഫ്ലെയിം യൂണിയനെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഈ യൂണിയനെ സ്പ്ലിറ്റ് ചെയ്തതാണ്. സോ ഈ യൂണിയനെ സ്പ്ലിറ്റ് ചെയ്ത് ആരുണ്ടായി? ഡിവൈൻ ഫെമിനിൻ
and divine masculine. Okay. സോ ആദ്യമേ ഗോഡ് ക്രിയേറ്റ് ചെയ്ത് എന്താണ് നമ്മുടെ ഹാർമോണിയസ് ട്വിൻ ഫ്ലെയിം യൂണിയൻ. ഗോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മഹാദേവനെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഗോഡ് എന്താ ക്രിയേറ്റ് ചെയ്ത് ഹാർമോണിയസ് ട്വിൻ ഫ്ലെയിം യൂണിയൻ. ആ ഹാർമോണിയസ് ട്വിൻ ഫ്ലെയിം യൂണിയൻ സ്പ്ലിറ്റ് ചെയ്താണ് ഡിവൈൻ ഫെമിനൻ ആൻഡ് ഡിവൈൻ മാസ്കുലിൻ. ഈ എനർജി സ്പ്ലിറ്റ് ചെയ്താണ്. സോ നമ്മുടെ യൂണിയൻ്റെ എനർജിയിൽ നിന്നാണ് ഒരു ഫെമിനനും മാസ്കുലിനും ഉണ്ടാവുന്നത്. സോ അപ്പോൾ ഓൾറെഡി എന്താ, ഈശ്വരൻ ഓൾറെഡി നമ്മുടെ യൂണിയൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നമുക്കിനി പുതിയതായിട്ട് യൂണിയൻ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. സോ ഫസ്റ്റ് മിസ് തന്നെ ഞാൻ ബേസ്റ്റ് ചെയ്യുകയാണ്. ലൈക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിയനെ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി ക്രിയേറ്റഡ് ആണ്. ആ യൂണിയൻ്റെ അല്ലെങ്കിൽ ഇതൊരു ഒറ്റ സോൾ, ഇത് വൺ സോൾ. ആ ഹാർമോണിയസ് യൂണിയൻ ഒരു സോളാണെന്ന് വിചാരിക്കുക. ഹാർമോണിയസ് യൂണിയനിൽ അപ്പം ഗോഡ് നമ്മളെ സൃഷ്ടിച്ചത് ഹാർമോണിയസിൽ, അതൊരു വൺ സോളായിട്ട് യൂണിവേഴ്സിൽ. ഓക്കെ, യൂണിവേഴ്സിൽ ഇങ്ങനെ നമ്മുടെ സന്തോഷത്തോടെ നമ്മുടെ ട്വിൻ ഫ്ലെയിമിനൊപ്പം കഴിയുമായിരുന്നു വൺ സോളായിട്ട്. മാസ്കുലിനും ഫെമിനൻ രണ്ടും ഈ ഒരു യൂണിയനിൽ ഉണ്ടായിരുന്നു. സോ ദാറ്റ് ഇസ് അപ്പം ഗോഡ് നമുക്ക് ഒരു ചാലഞ്ച്, ലൈക്ക് ഗോഡ് നമ്മൾ പറഞ്ഞു എർത്തിൻ്റെ വൈബ്രേഷൻ കൂട്ടാൻ. സോ എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സോൾജിയേഴ്സ് അല്ലെങ്കിൽ പ്രിയപ്പെട്ട ചാനലേഴ്സായി നിങ്ങൾ പോകണം. സോ നമ്മൾ ഡിസൈഡ് ഒരു യെസ് എർത്തിൽ പോയി വൈബ്രേഷൻ ഉണ്ട്. കാരണം മദർ എർത്തിനെ സെർവ് ചെയ്യാനാണല്ലോ നമ്മൾ, സെർവിങ് മെൻറ്റാലിറ്റിയാണ്, ഗോഡിനെ സെർവ് ചെയ്യുക. സോ നമ്മൾ നമ്മുടെ യൂണിയന് അപ്പോൾ അങ്ങനെ നമ്മൾ തിരഞ്ഞെടുത്തു. ഓക്കെ, ഞാൻ ഫെമിനൻ, ഞാൻ മുന്നേ പോകുന്നു, അല്ലെങ്കിൽ മാസ്കുലിൻ പറഞ്ഞു ആദ്യം. സോ ഇങ്ങനെയാണ് ഏജ് ഡിഫറൻസ് ഉണ്ട്. സോ ഒരേ സമയത്താണ് സ്പ്ലിറ്റ് ആവുന്നത്. പക്ഷേ സോഷ്യൽ കണ്ടീഷനെയും സോഷ്യൽ സ്ട്രാറ്റജീസിനെയൊക്കെ തച്ചടയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് ഒരു ഇലൂഷനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു യാത്രയാണ് ഓരോ ട്വിൻ ഫ്ലെയിം യൂണിയൻ്റെയും. ഓക്കെ, സോ നമ്മൾ ഗോഡ് ക്രിയേറ്റ് ചെയ്തു, ഹാർമോണിയസ് യൂണിയൻ നമ്മൾ യൂണിവേഴ്സിൽ ഹാപ്പി ആയിട്ട് നടക്കുമായിരുന്നു വൺ സോളായിട്ട്. ആൻഡ് ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ നമ്മൾ ഡിസൈഡ് ചെയ്തു നമ്മൾ ഭൂമിയിൽ പോകുന്നു. എന്തിനാ? ഫോർ എ മിഷൻ. സോ നമ്മൾ എവിടെ വരുന്നു? എർത്തിൽ ഒരു മിഷന് വേണ്ടി വരുന്നു. അങ്ങനെയാണ് നമ്മൾ മാസ്കുലിൻ ഫെമിനനായിട്ട് അതായത് അപ്പം എന്താ വൺ സോൾ സ്പ്ലിറ്റഡ്. അപ്പോൾ ഇത് കറക്റ്റാണ്. വൺ സോളിനെയാണ് ഇവിടെ സ്പ്ലിറ്റ് ചെയ്തിട്ട് DFഉം ഡിവൈൻ ഫെമിനനും ഡിവൈൻ മാസ്കുലിൻ ആക്കി മാറ്റിയത്. ഓക്കെ, സോ നമുക്ക് യൂണിയനെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ പുതിയതായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് ഓൾറെഡി ദെയർ. ഓക്കെ, യു ഹാവ് ടു ജസ്റ്റ് മാനിഫെസ്റ്റ് ചെയ്താൽ മാത്രം മതി. സോ എർത്തിലേക്ക് അങ്ങനെ നമ്മൾ എന്തിനു വന്നു? നമ്മുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ നമ്മുടെ ധർമ്മം നിറവേറ്റാൻ വന്നു. സോ ഇവിടെ വന്നിട്ട് ഈ ഒരു എനർജീനെ നമുക്കിനി എന്താ ചെയ്യണം? മാനിഫെസ്റ്റ് ചെയ്യാം. സോ അബോവ് സോ ബിലോ. മനസ്സിലായില്ലേ? എന്താണോ മുകളിലുള്ള അത് തന്നെ മാനിഫെസ്റ്റ് ചെയ്യപ്പെടണം. പക്ഷെ മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യമേ ഇലൂഷനെ ഇല്ലാണ്ടാക്കണം. എന്താണ് ഇലൂഷൻ? ഞങ്ങൾ ഹാർമോണിയസ് യൂണിയനല്ല എന്നുള്ളൊരു ഇലൂഷൻ, ഞാനും എൻ്റെ ട്വിൻ ഫ്ലെയിം സെപ്പറേറ്റഡ് ആണെന്നുള്ള ഇലൂഷനെയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ബ്രേക്ക് ചെയ്യേണ്ടത്. ആൻഡ് ഇതാണ് ആക്ച്വലി ഉള്ള കോൺസെപ്റ്റ്. ഇത് എൻ്റെ ഞാൻ ഫോളോ ചെയ്യുന്ന ടീച്ചിങ്സ് ഓഫ് യൂണിയൻ ജെഫ് ആൻഡ് ശൈലിയ എക്സ്പ്ലെയിൻ ചെയ്തൊരു കാര്യമാണ്. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല, ഓൾറെഡി അവർ എക്സ്പ്ലെയിൻ ചെയ്തൊരു കാര്യം നമ്മുടെ വ്യൂവേഴ്സിന് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി ഞാനും ആ ഒരു എക്സാമ്പിൾ യൂസ് ചെയ്തു എന്ന് ഉള്ളത്. ഓക്കെ, സോ ആൻഡ് പക്ഷേ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ വിചാരിക്കുന്നത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി ഞാനും ഇങ്ങനെയായിരുന്നു വിചാരിച്ചിരുന്നത്. സോ അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത്. സോ ആദ്യമേ ഗോഡ് ഉണ്ടായിട്ട് എന്താ സംഭവിച്ചത്? ഗോഡ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡിവൈൻ ഫെമിനനും ഡിവൈൻ മാസ്കുലിനുമായി, പിന്നീട് ഡിവൈൻ ഫെമിനൻ ഡിവൈൻ മാസ്കുലിനായിട്ട്, പിന്നീട് അവർ രണ്ടും കൂടെ അവരുടെ യൂണിയനെ ക്രിയേറ്റ് ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ ധാരണ. അതായത് ഗോഡ് ഓൾറെഡി നമ്മളെ സ്പ്ലിറ്റ് ചെയ്ത് വിട്ടു, ഡിവൈൻ ഫെമിനും ഡിവൈൻ മാസ്കുലിൻ. നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ അതർ ഹാഫിനെ. ബട്ട് ഇറ്റ്സ് എ ഫോൾസ്, മീൻസ് ഇറ്റ്സ് എ ഫോൾസ് തിങ്. ഇത് തെറ്റാണ്, അങ്ങനെയല്ല. നമ്മൾ ഓൾറെഡി യൂണിയനിലാണ്. ഓക്കെ, ഓൾറെഡി യൂണിയനിൽ അല്ലെങ്കിൽ ഒരു സോളായിട്ട് സ്പ്ലിറ്റ് ചെയ്താണ് ഡിവൈൻ മാസ്കുലിൻ ഫെമിനാണ്. ഇത് എർത്തിൽ മിഷൻ വന്നപ്പം ഇതിനെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യണം. എങ്ങനെ ചെയ്യണം? ലൈക്ക് ഹീലിംഗ് ദ ട്രിഗേഴ്സ് ആൻഡ് ബ്ലോക്സ്. ഓക്കെ, സോ
ഇത് റോങ് ആണ്. ഓക്കെ, റോങ് കോൺസെപ്റ്റ് ആണ് ഇതെല്ലാം. സോ ഗോഡ് ഡിവൈൻ ഫെമിനിനെ മാസ്കുലിനെ സൃഷ്ടിച്ചു, അവർ പിന്നെ അവരുടെ യൂണിയനെ സൃഷ്ടിക്കാൻ പോവുകയല്ല. ബിക്കോസ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ ക്രിയേറ്റ് ചെയ്തത് ഗോഡാണ്, നിങ്ങളുടെ യൂണിയനെ ക്രിയേറ്റ് ചെയ്ത ഗോഡാണ്, നിങ്ങളുടെ യൂണിയനെ ഗോഡാണ് ക്രിയേറ്റ് ചെയ്തത്. സോ നിങ്ങളുടെ യൂണിയൻ ഓൾറെഡി ഈശ്വരൻ്റെ കയ്യിൽ സേഫാണ്. സോ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇന്നർ വർക്ക്. യു ഹാവ് ടു ഡു യുവർ ഇന്നർ വർക്ക് ടു മാനിഫെസ്റ്റ് ദാറ്റ് ഹാർമോണിയസ് യൂണിയൻ ദാറ്റ് ഓൾറെഡി എക്സിസ്റ്റ് ഇൻ ദ യൂണിവേഴ്സ്. അപ്പോൾ യൂണിവേഴ്സിൽ ഓൾറെഡി അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന 5D 6D ആ തലത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന യൂണിയനെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ക്ലിയർ ഓൾ ദ ബ്ലോക്സ്. ബിക്കോസ് ദാറ്റ് ഈസ് ദ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ യു ആൻഡ് ഗോഡ് ടു സെർവ് എർത്ത്. മദർ എർത്തിനെ സെർവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഓരോ ട്വിൻ ഫ്ലെയിംസും ഈ ഭൂമിയിൽ റീഇൻകാർണേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വീണ്ടും നമ്മൾ പുനർജനിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് നോട്ട് ട്രൂ. ഓക്കെ, ആൻഡ് ഓക്കെ, ഇതെങ്ങനെയാണ്? അപ്പം ഇത് ഒരു സോൾമേറ്റിൻ്റെ കാര്യം നടക്കും. ലൈക്ക് നമ്മൾ, കാരണം ഇത് പോസിബിൾ ആണ്. ഇത് ട്വിൻ ഫ്ലെയിമിൻ്റെ കേസിൽ പോസിബിൾ അല്ല, ഈ ഒരു ഡയഗ്രാം അല്ല. ട്വിൻ ഫ്ലെയിമിൻ്റെ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ. ഇത് വേണമെങ്കിൽ കൈൻഡ് ഓഫ് സോൾമേറ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയാം. ബിക്കോസ് ഗോഡിൽ നിന്നാണ് എവ്രി വൺ ഉണ്ടായതുള്ളത്. സോ ഗോഡിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത ഓരോ വ്യക്തികളും ഒരു ഡിവൈൻ ഫെമിനിനും മാസ്കുലിൻ ആയിരിക്കും. അവർ രണ്ട് റിലേഷൻഷിപ്പിൽ യൂണിയനിൽ വരുമ്പോൾ ശരിയാണ്, അവർ അവരുടെ യൂണിയൻ ഉണ്ടാക്കുക. ആൻഡ് ഇറ്റ്സ് ഇസ് കോൾഡ് എ സോൾമേറ്റ് റിലേഷൻഷിപ്പ്. ഓക്കെ, ഇതൊരു സോൾമേറ്റ് റിലേഷൻഷിപ്പാണ്. ലൈക്ക് ഗോഡ് ഫെമിനിനെ മാസ്കുലിൻ ഉണ്ടാക്കി അവർ രണ്ടൊരു യൂണിയനിൽ വരുമ്പോൾ ഇറ്റ്സ് എ സോൾമേറ്റ് യൂണിയൻ. ഓക്കെ, ബട്ട് ഇതെന്താണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ, ഇതാണ് ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പ്. ഓക്കെ, ബിക്കോസ് ഓൾറെഡി എക്സിസ്റ്റഡ്, യൂണിയൻ ഈസ് ഓൾറെഡി എക്സിസ്റ്റഡ് ദെയർ, വി ഹാവ് ടു മാനിഫെസ്റ്റ്. ഓക്കെ ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് വാട്ട് ആർ ട്വിൻ ഫ്ലെയിംസ്, ട്വിൻ ഫ്ലെയിം എന്താണ്, ഇതിനെ എങ്ങനെ വേണം അല്ലേ മനസ്സിലാക്കാൻ. സോ സോൾമേറ്റും ഡിഫറൻസ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനിലൂടെ. ലൈക്ക് സോൾമേറ്റ് ഡിഫറെൻ്റ് ആണ്. ലൈക്ക് സോൾമേറ്റ് എവ്രി വൺ ഹാവ്, എല്ലാവരും നമ്മുടെ സോൾമേറ്റ്സ് ആണ്. ഓക്കെ, നിങ്ങളുടെ അച്ഛൻ, അമ്മ, അനിയൻ, അനിയത്തി, ചേട്ടന്മാർ, കസിൻസ്, ഫ്രണ്ട്സ്, ഫാമിലി, കൊലീഗ്സ്, എവ്രി വൺ ആർ യുവർ സോൾമേറ്റ്. ബട്ട് ദർ ഈസ് ഓൺലി വൺ ട്വിൻ ഫ്ലെയിം. ലൈക്ക് ഈ ഒരു ഡയഗ്രാം തന്നെ മതി. ബിക്കോസ് അത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്ത ഒരു സോളിൽ നിന്ന് രണ്ട് പാർട്ടായതാണ്. അതായത് ഓൾറെഡി യൂണിയൻ ആണ് അവരുടെ സോള്. അവരുടെ ഒരു സോൾ എന്ന് പറയുന്നത് യൂണിയനിലിരിക്കുന്ന സോളിനെയാണ് സ്പ്ലിറ്റ് ചെയ്ത് ഡിവൈൻ ഫെമിനിൻ ആൻഡ് മാസ്കുലിൻ ആക്കിയിട്ട് പിന്നെ എർത്തിൽ വന്നിട്ട് മിഷൻ ചെയ്യുന്നത്. ബട്ട് സോൾമേറ്റ് എന്താണ്? ഓൾറെഡി ഗോഡ് ക്രിയേറ്റ് ചെയ്ത ഡിവൈൻ മാസ്കുലിൻ ഫെമിനിൻ അവർ രണ്ടോടെ യൂണിയനിൽ വരുമ്പോഴാണ് ഒരു സോൾമേറ്റ് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ്. ഓക്കെ, ദിസ് ഇസ് നോട്ട് ട്വിൻ ഫ്ലെയിം, ഓൺലി ദിസ് ഇസ് ദ ട്വിൻ ഫ്ലെയിം. ഹോപ്പ് നിങ്ങൾക്ക് ഇത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ എന്താണ് ട്വിൻ ഫ്ലെയിം മിററിംഗ് എന്നുള്ളത് നോക്കാം. ഓക്കെ, നിങ്ങൾക്കപ്പം എക്സാക്ട്ലി മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. ഓക്കെ, or that is the best idea to purchase and invest in this book, Twin Flame Universe, Finding Your Ultimate Lover. Link ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. You can go and buy from that. പിന്നെ thank you so much for your love and support. If you are struggling with your daily life and അറിയില്ല എന്ത് ചെയ്യണമെന്ന്, you can come and join in our tarot card reading session. Personal sessions ഉണ്ട്, അവൈലബിൾ ആണ്. സോ ബ്ലോഗ്സിന് അറിയാൻ, നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജോയിൻ ചെയ്യാൻ എന്താണ് സ്റ്റെപ്പ് എടുക്കേണ്ടത്, നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിൻ്റെ ഹയർ സെൽഫിനെ ചാനൽ ചെയ്യാൻ, നിങ്ങളുടെ ഹയർ സെൽഫിനെ ചാനൽ ചെയ്യാം, ആൻസെസ്റ്റേഴ്സിൻ്റെ ചാനൽ ചെയ്യാൻ. സോ ആൻഡ് ഇഫ് യു ആർ വോണ്ട് ടു ലൈക്ക് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ there are courses available like meditation, yoga and so many things. Okay, and thank you so much for your love and support. See you in the next video. Till then, take care and bye. Okay, so the reminder is okay, നാളെ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യാൻ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് for third party healing. So if you are anyone struggling with the third party situation, എങ്ങനെ ഹീൽ ചെയ്യണം എന്നറിയില്ല, സോ എന്താണ് എക്സാക്ട്ലി നിങ്ങളുടെ ലൈഫിലെ തേർഡ് പാർട്ടി എന്നറിയാൻ, come and join the workshop and I definitely guarantee you നിങ്ങൾക്ക് തീർച്ചയായും ഒരു ആൻസർ കിട്ടും. Okay, so till then, take care and don't forget to join the workshop.
See you in the next video. Till then, bye, and thank you so much. Take care. Have a Shubha Dinam. Bye.